ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ കുറച്ച് സ്റ്റോക്സുകളെ പറ്റിയാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റോക്സ് വരുന്നത് ITI ലിമിറ്റഡ് ആണ്. അപ്പോൾ ITI ലിമിറ്റഡ് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പത്തെ റെസിസ്റ്റൻസ് നല്ല വോളിയത്തിൽ തന്നെ ഇവിടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ 405ഉം 385ഉം ആണ് ഇനി വരുന്ന സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഈ സ്റ്റോക്ക് ഈ ഒരു സപ്പോർട്ടൊക്കെ ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് കയറുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്സ് ആണ്. ഓക്കെ, അപ്പോൾ 385-ന് താഴെ ആയിരിക്കും ഈ ഒരു സ്റ്റോക്സ് ഡൗൺ ട്രെൻഡ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സ്റ്റോക്സ് വരുന്നത് ദേവ് ഇൻഫോ ടെക്നോളജി ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും നമുക്ക് കാണാൻ സാധിക്കും. മുമ്പത്തെ റെസിസ്റ്റൻസ് ഇവിടെ നല്ല വോളിയത്തിൽ തന്നെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത് 176ഉം 164 ലെവലാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലൊക്കെ വീണ്ടും ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ പുതിയൊരു അപ്സൈഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് 164-ന് താഴെയാണ് ഇനി ഡൗൺ ട്രെൻഡ് കാണിക്കുന്നത്. അപ്പോൾ ദേവ് ഇൻഫോ ടെക്നോളജി ലിമിറ്റഡും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ സ്റ്റോക്സ് ഒന്ന് BLS ആണ്. അപ്പോൾ BLS നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുമ്പത്തെ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നു, അതിനുശേഷം റീടെസ്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് കയറാൻ നോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റോക്സ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് ഇൻഫോ എഡ്ജ് ആണ്. ഇപ്പോൾ ഇൻഫോ എഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. വീണ്ടും ആ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് നടന്നു. അതിനുശേഷം റീടെസ്റ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് കയറാണ്. നല്ല വോളത്തിൽ തന്നെയാണ് ആ ഒരു റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഇനി പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ ഹൈ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിന് ഡൗൺ ട്രെൻഡ് വരാൻ ചാൻസ് ഉള്ളത് 8278-ന് താഴെ ആയിരിക്കും ഡൗൺ ട്രെൻഡ് വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ സ്റ്റോക്സ് ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈ, അതായത് 9085 ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ 4 സ്റ്റോക്സുകളാണ് ഈ ആഴ്ച സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 സ്റ്റോക്സുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കിത് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ്റ്റ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.